കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് സെമസ്റ്റർ BAക്കാരുടെ കോംപ്ലിമെൻ്ററി കോഴ്സ് ആയിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സിലെ 5th മൊഡ്യൂൾ ആയിട്ടുള്ള ദ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം പ്രവർത്തിക്കുന്നത്, അതിലെ പൊസിഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ പവേഴ്സ്, ഫങ്ഷൻസ്, ടേംസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് അത്യാവശ്യം എളുപ്പമുള്ള മൊഡ്യൂളാണ്, കുറച്ചേ ഉള്ളൂ പഠിക്കാൻ. പക്ഷേ കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരു 2 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഈ മൊഡ്യൂൾ 5 എന്നാണ്. ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ലീഗൽ റൂളായിട്ട് മാറുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടെ. സോ ഇന്ത്യയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോർട്ട്സ് ഉണ്ട്. ആ കോർട്ടിനൊക്കെ തന്നെ അതിൻ്റെ പവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ലെവലും അതുപോലെ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റീനെയും വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇതൊരു ഹൈയാർക്കിക്കൽ ഓർഡറാണ്. അതായത് ടോപ്പ് ടു ബോട്ടം എന്നുള്ള രീതിയിലുള്ള ഒരു ഹൈയാർക്കിക്കൽ ഓർഡറിലാണ് ഈ കോർട്ട്സ് ഒക്കെ നിൽക്കുന്നത്. അതായത് സുപ്രീം കോർട്ടാണ് ടോപ്പ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടോ, ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ ഹൈക്കോർട്ടിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഞാൻ സുപ്രീം കോർട്ടിൽ പോകും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ സുപ്രീം കോർട്ടാണ് ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷമുള്ളത് ഹൈക്കോർട്ടാണ്. ആ ഹൈക്കോർട്ട് എല്ലാ സ്റ്റേറ്റിനും ഉണ്ടാവും. അതുപോലെ തന്നെ അതിൽ ഡിസ്ട്രിക്ട് കോർട്ടുകളും ഉണ്ടാവും. അതിൽ ഡിസ്ട്രിക്ട് ജഡ്ജസ് ഉണ്ടാവും. ഈ ലോവസ്റ്റ് ലെവലിലാണ് മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ് ആൻഡ് സിവിൽ ജഡ്ജസ്, അതായത് ജൂനിയർ ഡിവിഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈയാർക്കിക്കൽ ഓർഡർ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സുപ്രീം കോർട്ട് ഉണ്ട്, ഹൈക്കോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കോർട്ട്സുകളും ഉണ്ട്. സോ ഈ ഒരു കാര്യം ഒരു ഓർഡറിലൊന്ന് മനസ്സിലാക്കി വെക്കുക. ദീസ് കോർട്ട്സ് ഹാൻഡിൽ ബോത്ത് ക്രിമിനൽ ആൻഡ് സിവിൽ കേസസ്. അതായത് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ക്രിമിനൽ ലോസും സിവിൽ ലോസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്രിമിനലും സിവിൽ കേസസ് ഒക്കെയാണ് ഈ കോർട്ടുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ലൈക്ക് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ദ ഗവൺമെൻറ്, അതായത് ഈ ഗവൺമെൻറ്റും പീപ്പിളും തമ്മിലുള്ള തർക്കങ്ങളും ഈ പീപ്പിളും തമ്മിലുള്ള തർക്കങ്ങളും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പെടുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ലീഗൽ ജുഡീഷ്യറി ഓപ്പറേറ്റ്സ് ഇൻഡിപെൻഡൻ്റ്ലി ഫ്രം ദ ഗവൺമെൻറ്റ്സ് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ബ്രാഞ്ചസ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്റിന് 3 ബ്രാഞ്ചസ് ആണ്, അല്ലെങ്കിൽ 3 ഓർഗൻസ് ആണ്, അല്ലെങ്കിൽ 3 ഇമ്പോർട്ടൻറ്റ് പാർട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും എന്ന് പറയുന്ന ആ 2 ബ്രാഞ്ചസിൽ നിന്നും ഒഴിവായിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഈ ജുഡീഷ്യറി അല്ലെങ്കിൽ ഈ ജുഡീഷ്യൽ സെക്ടർ എന്ന് പറയുന്നത് നിലനിന്ന് പോകുന്നത്. സോ ഒരു ഏകദേശം എന്താണ് ഒരു ജുഡീഷ്യൽ സിസ്റ്റം എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ 3 ടോപ്പ് ടു ബോട്ടം എന്നുള്ള രീതിയിലുള്ള 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ ഫസ്റ്റ് വൺ ആയിട്ടുള്ള സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. The Supreme Court of India consists of Chief Justice and 30 other judges appointed by the President of India. ഈ സുപ്രീം കോർട്ടിൽ ഒരു ചീഫ് ജസ്റ്റിസും 30 ജഡ്ജസുമാരും ഉണ്ടായിരിക്കുക. ഇതിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അതായത് ഈ ജഡ്ജസിനെയൊക്കെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. നമ്മൾ മറ്റേ പ്രസിഡന്റിൻ്റെ കാര്യം പഠിച്ച സമയത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസ് പെർ ദ ഓതറൈസ്ഡ് നമ്പർ. ഇനി സുപ്രീം കോർട്ട് ജഡ്ജസ് റിട്ടയർ വെൻ ദേ റീച്ച് അറ്റ് ദ ഏജ് ഓഫ് 65 ഇയേഴ്സ്. അതായത് 65 വയസ്സാവുമ്പോഴാണ് ഈ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ജഡ്ജസ് ഒക്കെ തന്നെ റിട്ടയർ ചെയ്ത് പോകുന്നത്. ആക്ച്വലി ഈ 65 ഇയേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം കൂടുതലാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പല രീതികളും പറയുന്നുണ്ട്. അതായത് ഈ സുപ്രീം കോർട്ടിലെ ജഡ്ജായിട്ട് ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ അവരുടെ ഹൗസിൻ്റെ കാര്യമാവട്ടെ, അവർക്ക് കിട്ടുന്ന ഏർണിങ്സ് ആവട്ടെ, അതൊക്കെ തന്നെ ഹൈ സാലറി ഒക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്. അതുപോലെ ഈ 65 ഇയേഴ്സ് എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് ഒരു 50 അല്ലെങ്കിൽ 55 ഇയേഴ്സ് അല്ലെങ്കിൽ 60 തന്നെ ഇവർ റിട്ടയർ ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനു മുമ്പ് അവർ മാക്സിമം ഏൺ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഒരുപാട് അഴിമതികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് വെച്ചിട്ടാണ് ഈ ഒരു 65 ഇയേഴ്സ് ഇട്ടിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്നാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ട്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊരു 3 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. The Constitution ensures that independence of Supreme Court judges in several ways. Judges can only be removed through impeachment. നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു impeachment process എന്താണ്. To remove a Supreme Court judges from office, the President must issue an order after both houses of Parliament pass an address supported by the majority of total members in each houses and majority of not less than 2/3 of members present and voting. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടന
ഇൻഡിപെൻഡൻസ് ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജസ് എന്നുള്ള രീതിയിൽ, അതായത് അവരുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ജഡ്ജസിനെ ഇപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, അപ്പോൾ ഏതെങ്കിലും ഒരു കേസ് വളരെ വലിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ മെജോറിറ്റി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു കേസ് വന്നിട്ട് ജഡ്ജസ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വിധി നൽകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ പറയുകയാണ് ഞാൻ നിങ്ങളെ ഇതിൽ നിന്ന് സ്ഥാനത്ത് നിന്ന് നിങ്ങളെ മാറ്റിക്കളയും, അങ്ങനെയൊക്കെ അവർ പറയാമെന്ന് വിചാരിക്കാം. സോ അങ്ങനൊരു ഇഷ്യൂ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ച് പറയുന്നത്. അതായത് ഈ പ്രസിഡന്റിന് ഡയറക്റ്റ്ലി ആണ് ഈ ഇവരെ മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് പ്രസിഡന്റ് ഇൻഡയറക്റ്റ് ആയിട്ടെന്ന് പറയാം, അതായത് ബോത്ത് ഹൗസസ് നിന്നും 2/3 വെച്ചിട്ടുള്ള മെജോറിറ്റിയിലാണ് അവരുടെ മെമ്പേഴ്സ് അതിന് വോട്ട് ചെയ്ത് അതിന് ശേഷമാണ് അവിടെ ജഡ്ജസിനെ മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. ദിസ് റിമൂവൽ ക്യാൻ ഓൺലി ഒക്കർ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് പ്രൂവൺ മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. അതായത് ഇത് പെട്ടെന്നൊന്നും നമുക്ക് എന്നാൽ പിന്നെ മാറ്റിക്കളയാന്ന് പറഞ്ഞിട്ട് പറ്റില്ല. ഒരു മിസ്ബിഹേവിയറോ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റിയോ അവിടെ ആ ഒരു ജഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഫർദർ മോർ സംവൺ ഹു ഹാസ് സെർവ്ഡ് ആസ് സുപ്രീം കോർട്ട് ജഡ്ജ് ഈസ് നോട്ട് അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ലോ ഇൻ എനി അതർ ഇന്ത്യൻ കോർട്ട് ഓർ ബിഫോർ എനി അതർ അതോറിറ്റി. ഇനി 3 മാർക്ക് ചോദിക്കാവുന്ന ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്താണെന്നുള്ളത്. The President of India has the authority to ask the Supreme Court for advice on legal matters and disputes of significant public importance. അതായത് പബ്ലിക് ഇമ്പോർട്ടൻസിന് വേണ്ടി അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഇഷ്യൂസിൽ കാര്യങ്ങളൊക്കെ തന്നെ ലീഗൽ മാറ്റേഴ്സിൽ ഒരു അഡ്വൈസ് പ്രസിഡന്റ് ഈ ഒരു സുപ്രീം കോർട്ടിൽ നിന്നും ചോദിക്കാറുണ്ട്. ഇൻ സച്ച് എ സിറ്റുവേഷൻ ദ സുപ്രീം കോർട്ട് പ്രൊവൈഡ്സ് ഇറ്റ്സ് അഡ്വൈസറി ഒപ്പീനിയൻ ടു ദ പ്രസിഡന്റ്. അപ്പോൾ ആ ഒരു സമയത്ത് പ്രസിഡന്റിന് അഡ്വൈസറി ആയിട്ടുള്ള ഒപ്പീനിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സുപ്രീം കോർട്ട് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് ഈ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അതായത് പ്രസിഡന്റ് ലീഗൽ മാറ്റേഴ്സിലും അല്ലെങ്കിൽ പബ്ലിക് ഇമ്പോർട്ടൻസ് വരുന്ന മാറ്റേഴ്സിലൊക്കെ തന്നെ എന്തെങ്കിലും അഡ്വൈസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോർട്ട് അതിന് തക്കതായിട്ടുള്ള മറുപടി നൽകുന്നു. ഇതൊരു 5 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റൻ ആണ് വാട്ട് ഈസ് ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ഹയസ്റ്റ് ലോ ഇൻ ദ കൺട്രി ആൻഡ് ദ സുപ്രീം കോർട്ട് സെർവ്സ് ആസ് ദ അൾട്ടിമേറ്റ് ഇന്റർപ്രറ്റർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഹയസ്റ്റ് ലോ ആണ്. ഒരു കൺട്രിയിലെ തന്നെ ഏറ്റവും വലിയ ലോ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ഭരണഘടന. അതേപോലെ ഈ സുപ്രീം കോർട്ടാണ് ഇതിൻ്റെ ഒരു ഇൻ്റർപ്രറ്റേഷൻസ്, അതായത് നമ്മളിപ്പോൾ ഓരോ ലോസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കുന്നതും അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതും എന്താണ്, ഈ ജുഡീഷ്യൽ സിസ്റ്റമാണ്. സോ ഇറ്റ് ക്യാൻ ഡിസൈഡ് വെദർ ലോ പാസ്ഡ് ബൈ ദ യൂണിയൻ പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആർ ഇൻ ലൈൻ വിത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ നോട്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഈ പാർലമെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ ഒക്കെ തന്നെ ഒരു ലോ പാസ്സാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലോയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ ആ ലോ എല്ലാവർക്കും യൂസ്ഫുൾ ആണോ, അല്ലെങ്കിൽ അത് നല്ലതാണോ എന്നുള്ള രീതിയിലൊക്കെ തന്നെ ചെക്ക് ചെയ്തിട്ട് അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ നോട്ടെന്ന്, അതായത് അത് ചെക്ക് ചെയ്തിട്ട് വെദർ ഇറ്റ് ഈസ് നല്ലതാണോ അല്ലെങ്കിൽ അത് പൊട്ടയാണോ എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കുന്നു. ദ സുപ്രീം കോർട്ട് ഹാസ് ദ അതോറിറ്റി ടു റിജക്ട് എനി ലോ മെയ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓർ ലെജിസ്ലേച്ചർ ഇഫ് ഇറ്റ് ഡീംസ് ടു ബി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. ഇപ്പോൾ ഒരു ലോ മേക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് റിജക്റ്റ് ചെയ്യാനുള്ള അധികാരം അതായത് ജുഡീഷ്യൽ സിസ്റ്റത്തിനുണ്ട്, നമ്മുടെ സുപ്രീം കോർട്ടിനുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ബോത്ത് ഹൗസസും ഒക്കെ തന്നെ പ്രസിഡന്റും ഒപ്പുവെച്ചിട്ടായിരിക്കും ഒരു ലോ പാസ്സാവുക. അത് നേരെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതെടുത്തിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ജുഡീഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ സുപ്രീം കോർട്ടിന് ആ ഒരു ലോ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികാരമുണ്ട്. ദിസ് പവർ ഈസ് നോൺ ആസ് ജുഡീഷ്യൽ റിവ്യൂ. അപ്പോൾ ഇതിൻ്റെ കേസിൻ്റെ കാര്യങ്ങളിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവും കേശവാനന്ദ ഭാരതി കേസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഗോലഖ്നാഥ് വേഴ്സസ് പഞ്ചാബ്, അതുപോലെ തന്നെ കേശവാനന്ദ ഭാരതി കേസിലൊക്കെ തന്നെ ഒരു ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടങ്ങളിൽ കുറച്ച് അമെൻമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ അമെൻമെൻറ്റ്സ് ഒക്കെ തന്നെ ഭരണഘടനാ വിരുദ്ധമായിരുന്നു. അപ്പോൾ അതിന് സുപ്രീം കോർട്ട് എടുത്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് ഇത് തെറ്റാണ്, ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, അതുകൊണ്ട് ഇത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കേസുകൾ, വളരെ പ്രമാദമായിട്ടുള്ള കേസുകളൊക്കെ നടന്നിട്ടുണ്ട്. സോ ജുഡീഷ്യൽ റിവ്യൂ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, എന്തായാലും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഹൈ കോർട്ട് ഓഫ് ഇന്ത്യനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ സുപ്രീം കോർട്ട് പഠിച്ചു, ഇനി നോക്കുന്നത് ഹൈ കോർട്ട് ഓഫ് ഇന്ത്യ. In India, there are high courts in nearly all the states and union territories. These high courts operate under the authority of the Supreme Court. They possess significant powers and handle a wide range of cases, both civil and criminal. അതായത് ഇപ്പോൾ നമ്മുടെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് ഹൈ കോർട്ട്സ് ഓഫ് ഇന്ത്യ വരുന്നത്. എല്ലാ സ്റ്റേറ്റ്സിലും എന്തുണ്ട്, ഹൈ കോർട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് പവേഴ്സും ഒരുപാട് കേസസ്, അതായത് സിവിലും
ക്രിമിനലുമായിട്ടുള്ള കേസുകളൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് ഹൈക്കോർട്സ് ആണ്. മോസ്റ്റ് കേസസ് ദാറ്റ് റീച്ച് ഹൈക്കോർട്സ് കം ഫ്രം ദ ഡിസ്ട്രിക്ട് ഓർ ലോവർ കോർട്സ്. അതായത് ഈ ലോവർ കോർട്സിൽ നിന്നോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്സിൽ നിന്നോ ഉള്ള കേസുകളാണ് കൂടുതലായിട്ടും ഹൈക്കോർട്സിൽ വരുന്നത്. ഇപ്പം നമ്മളിപ്പം ജില്ലാ കോടതിയിൽ പോയിട്ടൊന്നും നടന്നില്ലെങ്കിൽ നമ്മൾ പറയും ഞങ്ങൾ ഹൈക്കോർട്ടിൽ അപ്പീൽ കൊടുത്തോളാം എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് ഇതിൽ പറയുന്നത്. India's judicial system consists of the Supreme Courts of India at the national level, covering the entire country, and 21 high courts at the state level. ഇപ്പോൾ നമ്മൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യനെ നാഷണൽ ലെവൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 21 ഹൈക്കോർട്സ് ആണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. These high courts have jurisdiction over individual states, union territories or groups of states and union territories. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത് മേ ബി ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സിലായിരിക്കാം, ചിലപ്പോൾ യൂണിയൻ ടെറിട്ടറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ് കൂടി ചേർന്നിട്ട് ഒരു ഹൈക്കോർട്ട് ആയിരിക്കാം. ഇങ്ങനെയും ഉണ്ടാവാറുണ്ട്. ബിലോ ദ ഹൈക്കോർട്സ് ദർ ഇസ് എ ഹൈറാർക്കിക്കൽ ഓഫ് സബോർഡിനേറ്റ് കോർട്സ് ഇൻക്ലൂഡിംഗ് സിവിൽ കോർട്സ്, ഫാമിലി കോർട്സ്, ക്രിമിനൽ കോർട്സ് ആൻഡ് വേരിയസ് ഡിസ്ട്രിക്ട് കോർട്സ്. അതായത് ഇതിലും ഒരു ഹൈറാർക്കിക്കൽ ലെവൽ ഉണ്ട്. ഇപ്പോൾ ഹൈക്കോർട്സിൻ്റെ കാര്യത്തിലും ഒരു ഹൈറാർക്കിക്കൽ ലെവൽ ഉണ്ട്. അവിടെ സിവിൽ കോർട്ടുകളുണ്ട്, ഫാമിലി കോർട്ടുകളുണ്ട്, ക്രിമിനൽ കോർട്ടുകളുണ്ട്, അതുപോലെ ഡിസ്ട്രിക്ട് കോർട്സുകളൊക്കെ തന്നെയുണ്ട്. ഹൈക്കോർട്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ആസ് കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്സ് അണ്ടർ പാർട്ട് 6, Chapter 5, Article 214 of the Indian Constitution. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 214 ചാപ്റ്റർ 5 പാർട്ട് 6 ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്സിനെ കുറിച്ചിട്ടൊക്കെ തന്നെ പറയുന്നത്. ഇനി എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് ജഡ്ജസിന് വേണ്ടത്, ഹൈക്കോർട്ടിലെ ജഡ്ജസ് ആവാൻ വേണ്ടിയിട്ട് വേണ്ടതെന്നാണ് പറയുന്നത്. അവർ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ തന്നെ ദേ ഷുഡ് ഹാവ് സെർവ്ഡ് ഇൻ എ ജുഡീഷ്യൽ റോൾ വിത്തിൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 10 years. 10 yearsലേക്ക് അവർ ജുഡീഷ്യൽ റോള് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ ദേ മസ്റ്റ് ഹാവ് ബീൻ അഡ്വക്കേറ്റ്സ്, അവർ അഡ്വക്കേറ്റ്സ് ആയിരിക്കണം ഹൈക്കോർട്സിൽ 10 yearsന് മേളിൽ. സോ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ്സ് ദ ജഡ്ജസ് ഓഫ് ദ ഹൈക്കോർട്സ്. ഹൈക്കോർട്സിലെ ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ടേക്കിംഗ് അഡ്വൈസ് ഫ്രം ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവർണർ. അപ്പോൾ ഇതിൽ അവർ അഡ്വൈസ് തേടുന്നത് ചീഫ് ജസ്റ്റിസിൻ്റെ അടുത്തുനിന്നും അതുപോലെ തന്നെ സ്റ്റേറ്റിലെ ഗവർണറിൻ്റെ അടുത്തുമാണ്. ഈച്ച് ഹൈക്കോർട്സ് ഇൻ ഇന്ത്യ ഈസ് ഹെഡഡ് ബൈ ചീഫ് ജസ്റ്റിസ്. എല്ലാ ഹൈക്കോർട്ടും ഹെഡ് ചെയ്ത് നിൽക്കുന്നത്, അത് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത് ചീഫ് ജസ്റ്റിസിൻ്റെ ഇടയിലാണ്. ദ മെമ്പർ ഓഫ് ജഡ്ജസ് ഇൻ ഈച്ച് ഹൈക്കോർട്സ് വാരീസ് ബേസ്ഡ് ഓൺ ജിയോഗ്രഫിക്കൽ ഏരിയ ഇറ്റ് കവേഴ്സ് ആൻഡ് വോളിയം ഓഫ് കേസസ് ഇറ്റ് ഹാൻഡിൽസ്. അതായത് ഹൈക്കോർട്ടിൻ്റെ ഒരു നമ്പർ ഓഫ് ജഡ്ജസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹൈക്കോർട്സിൽ എത്ര ജഡ്ജസ് ഉണ്ടാവും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ജിയോഗ്രഫിക്കൽ ഏരിയയെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ എന്തോരം കേസുകൾ അവരുടെ അണ്ടറിൽ വരുന്നു എന്നതിനെക്കുറിച്ചുമാണ്. സം ഹൈക്കോർട്സ് ഓൾസോ സെർവ് multiple Indian states or union territories. These courts have both the original and appellate jurisdiction and they can issue summons as part of their legal authority. സോ നമുക്ക് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് പൊസിഷനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഈ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോർട്ട് സെർവ് ആസ് ദ പ്രൈമറി സിവിൽ കോർട്ട് വിത്ത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഇൻ ദി സ്റ്റേറ്റ് എലോങ് സൈഡ് സബോർഡിനേറ്റ് ഡിസ്ട്രിക്ട് കോർട്ട്സ്. അതായത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോർട്ട്സ് ഒരു പ്രൈമറി സിവിൽ കോർട്ട് എന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതിൽ തന്നെ അവർക്കൊരു ജൂറിസ്ഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു അധികാര പരിധി എന്ന് പറയാൻ പറ്റില്ല, അതിനെ അവരുടെ അധികാര കേന്ദ്രം എന്ന നിലയിൽ ഒരു സ്റ്റേറ്റ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കോർട്ട്സും അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ദേ എക്സസൈസ് ദെയർ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഇൻ സിവിൽ ആൻഡ് ക്രിമിനൽ മാറ്റേഴ്സ് വെൻ ലോവർ കോർട്ട്സ് ലാക്ക് ഓഫ് പ്രോപ്പർ ഫിനാൻഷ്യൽ ഓർ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ. അതായത് ഇപ്പോൾ ലോക്കലായിട്ടുള്ള കോർട്ടുകൾ ഉണ്ടാവും, അപ്പോൾ ആ കോർട്ടിലൊന്നും നിൽക്കാത്ത ഒരുപാട് കേസുകൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരുന്നത്, ഹൈക്കോർട്ട്സിലേക്ക് കൊണ്ടുവരുന്നത്. ഇൻ സം കേസസ് ദേ ക്യാൻ ഹാവ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഇഫ് സ്പെസിഫൈഡ് ബൈ സ്റ്റേറ്റ് ഓർ ഫെഡറൽ ലോ സച്ച് ആസ് ഹാൻഡ്ലിംഗ് കമ്പനി ലോ കേസസ്. ഇനി അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോർട്ട്സ് ഹാവ് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ ഓവർ ബോത്ത് സിവിൽ ആൻഡ് ക്രിമിനൽ കേസസ്. ഈ കാര്യത്തിൽ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷനിലേക്ക് വരുമ്പോൾ സിവിലും ക്രിമിനൽ കേസുകളിലുമാണ് ഇത് വരുന്നത്. ഇൻ സിവിൽ കേസസ് ഇൻഡിവിജ്വൽ ക്യാൻ അപ്പീൽ ടു ദ ഹൈ കോർട്ട്സ് വെൻ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ഡിസ്ട്രിക്ട് കോർട്ട്സ് ഡിസിഷൻ. അതായത് ഇപ്പോൾ ഒരാൾ ഡിസ്ട്രിക്ട് കോർട്ടിൽ അവരുടെ കേസുകൾ കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഡിസാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹൈക്കോർട്ടിൽ അപ്പീൽ കൊടുക്കാം. ഇനി ക്രിമിനൽ കേസിൻ്റെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇവോൾവിംഗ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അവാർഡഡ് ബൈ ദ സെഷൻ കോർട്ട് ഓർ സെൻറ്റൻസസ് ഫോർ 4 years ഓർ മോർ ആർ അപ്പീൽ ടു ദ ഹൈക്കോർട്ട്. അതായത് അവർക്ക് പണിഷ്മെൻറ്റ് അവാർഡ് ചെയ്തത് ഇപ്പോൾ ഒരു 4 yearsന് മുകളിലാണെന്നുണ്ടെങ്കിൽ അവർക്കത് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് ഹൈക്കോർട്ടിലേക്ക് അപ്പീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നോക്കുന്നത് എന്താണ് ഡിസ്ട്രിക്ട് കോർട്ട്, അതായത് ജില്ലാ കോടതി എന്നൊക്കെ നമ്മൾ പറയും. ഡിസ്ട്രിക്ട് കോർട്ട്സ് ഇൻ ഇന്ത്യ ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ടു സെർവ് ഈച്ച് ഡിസ്ട്രിക്ട് ഓർ മൾട്ടിപ്പിൾ ഡിസ്ട്രിക്ട് ബേസ്ഡ് ഓൺ കേസ് ലോഡ് ആൻഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ.
അതായത് എന്തുകൊണ്ടാണ് ഡിസ്ട്രിക്ട് കോർട്സുകൾ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ജിയോഗ്രാഫിക്കൽ ഏരിയനെ സംബന്ധിച്ച് അവിടെ പോപ്പുലേഷനും അതുപോലെ തന്നെ ഒരുപാട് കേസുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഹൈക്കോർട്സിനും സുപ്രീം കോർട്സിനൊക്കെ തന്നെ വർക്ക് ലോഡ് കൂടാണ്ടിരിക്കാനും കേസ് ലോഡ് കൂടാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടും ഏറ്റവും എളുപ്പത്തിൽ തീർപ്പായി പോകാൻ വേണ്ടിയിട്ടുമാണ് ഈ ഡിസ്ട്രിക്ട് കോർട്സുകളൊക്കെ തന്നെ വന്നിട്ടുള്ളത്. These courts administer justice at the district level and operate under administrative authority of respective states high court. ഇപ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെയും ഹൈക്കോർട്ടിൻ്റെയും അണ്ടറിലാണ് ഈ ഡിസ്ട്രിക്ട് കോർട്സുകളൊക്കെ തന്നെ നിലനിൽക്കുന്നത്. ഡിസിഷൻസ് മെയ്ഡ് ബൈ ഡിസ്ട്രിക്ട് കോർട്സ് ക്യാൻ ബി അപ്പീൽഡ് ഇൻ ദി ഹൈക്കോർട്സ്. ഇപ്പോൾ ജില്ലാ കോടതിയിൽ നമുക്ക് കിട്ടുന്ന വിധി കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈക്കോർട്സിൽ അതിന് അപ്പീൽ കൊടുക്കാൻ വേണ്ടി പറ്റും. ഈച്ച് സ്റ്റേറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ജുഡീഷ്യൽ ഡിസ്ട്രിക്ട്സ്, each led by district and a sessions judge. The judge is called a district judge when handling civil cases and sessions judge when dealing with the criminal cases. അതായത് ഇപ്പോൾ സെഷൻസ് ജഡ്ജ് എന്നാണ് ഈ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ട്രിക്ട് ജഡ്ജ് എന്ന് പറയുന്നത് സിവിലുമായിട്ടുള്ള അതുപോലെ തന്നെ ക്രിമിനൽ കേസസ് ഒക്കെ തന്നെ ഹാൻഡിൽ ചെയ്യുന്നു. ദ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ഹോൾഡ്സ് ദ ഹയസ്റ്റ് ജുഡീഷ്യൽ പൊസിഷൻ ബിലോ ദ ഹൈക്കോർട്ട് ജഡ്ജ്. അതുപോലെ തന്നെ അഡീഷണലി ദർ ആർ ലോവൽ കോർട്സ് വിത്ത് സിവിൽ ജൂറിസ്ഡിക്ഷൻ വിച്ച് ഗോ ബൈ ഡിഫറെൻറ്റ് നെയിംസ് ഓഫ് വേരിയസ് സ്റ്റേറ്റ്സ്. ദീസ് കോർട്സ് ഹാൻഡിൽ എ റേഞ്ച് ഓഫ് സിവിൽ മാറ്റേഴ്സ് അറ്റ് ദ ലോക്കൽ ലെവൽ. അതായത് ഈ ഡിസ്ട്രിക്ട് ലെവലിൽ താഴേക്കും കുറച്ചുകൂടി കോർട്ടുകൾ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഫാമിലി കോർട്സിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ. സോ അതുപോലെ തന്നെ കോർട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നാണ് ഡിസ്ട്രിക്ട് കോർട്സിൽ പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല കോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ആ കോർട്ട് എല്ലാം തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവരെ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, ആരും അവരെ ഭീഷണിപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് സെവറൽ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഉണ്ട്. അതായത് സെപ്പറേഷൻ ഫ്രം ഗവൺമെൻറ്. ഇന്ത്യൻ കോർട്സ് ആർ സെപ്പറേറ്റ് ഫ്രം ദ ഗവൺമെൻറ്റ്സ് അതർ പാർട്സ്. ദിസ് സെപ്പറേഷൻ ഈസ് എ റൂൾ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഗവൺമെൻറ്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് ഈ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ അതിന് പ്രത്യേക റൂളും കാര്യങ്ങളൊക്കെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ചൂസിങ് ജഡ്ജസ്. പ്രസിഡൻ്റ് ആണ് ജഡ്ജസിനെയൊക്കെ തന്നെ പിക്ക് ചെയ്യുന്നത്. അതായത് ഹൈക്കോർട്സിലും സുപ്രീം കോർട്സിലുമുള്ള ജഡ്ജസിനെ പിക്ക് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത് പ്രസിഡൻ്റ് ആണ്. അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഇതിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ജഡ്ജസ്. അതായത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റ്സ് എ ഹൈ ക്വാളിഫിക്കേഷൻ ഫോർ ജഡ്ജസ് മേക്കിംഗ് ഷുവർ ദേ നോ എ ലോട്ട് എബൌട്ട് ദ ലോ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 വർഷം അവരിങ്ങനെ അഡ്വക്കേറ്റ്സ് ആയിട്ട് നിൽക്കണം അല്ലെങ്കിൽ ജഡ്ജായിട്ട് നിൽക്കണം, എന്നാൽ മാത്രമാണ് അവരെ ഹൈക്കോർട്സിലേക്കും സുപ്രീം കോർട്സിലേക്കൊക്കെ എടുക്കൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഒരു സ്പേസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ലോനെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഒരുപാട് അറിവ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു 10 വർഷത്തിനിടയ്ക്ക് എത്ര കേസുകൾ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും, എത്രത്തോളം ആൾക്കാരെ അവർ കാണുന്നുണ്ടാവും, ഒരുപാട് കേസിന് വിധി പറയുന്നവരുണ്ടാവും, വാദിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ജഡ്ജസ് ആണ് അവർ കൊടുക്കുന്നത്. ഇനി ലോങ് ടൈം ഓൺ ദ ജോബ്. നമ്മൾ പറഞ്ഞു 65 years ആണ് അവിടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റെബിലിറ്റിയാണ് അവർക്ക് കൊടുക്കുന്നത്. ജോബ് സെക്യൂരിറ്റി ആൻഡ് ഗുഡ് പേ, ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണിഷിങ് മിസ്ബിഹേവിയർ ഇൻ കോർട്ട്. കോർട്ട്സ് ഇൻക്ലൂഡ് ദ സുപ്രീം കോർട്ട് ക്യാൻ പണിഷ് പീപ്പിൾ ഹൂ മിസ്ബിഹേവ്സ് ഇൻ കോർട്ട്. അതായത് കോർട്ടിൽ മിസ്ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ പീപ്പിളിനെ എന്ത് ചെയ്യാം, പണിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. ബിഗ് റെസ്പോൺസിബിലിറ്റീസ്. The courts protect the constitution, make sure people's rights are respected and check if new laws follow the rules. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് എന്നുള്ള രീതിയിൽ. അതായത് ഒരു ജുഡീഷ്യൽ സിസ്റ്റം, ഇന്ത്യയിലെ കോർട്സ് കാര്യങ്ങളൊക്കെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സാണ് ഇതൊക്കെ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ജുഡീഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് എങ്ങനെയാണ് ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇതും എഴുതാൻ വേണ്ടി പറ്റും. ഇത് സെപ്പറേറ്റ് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 5-6 പോയിൻറ്റ്സ് എങ്കിലും പഠിച്ചു വയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പാസേജ് ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലും മനസ്സിലാക്കി വയ്ക്കുക.